എന്തേ ഒന്ന് ഉറങ്ങിണീച്ചപ്പം എല്ലാം മറന്നോ? അപ്പൊ കൺഫേം മറന്നെന്നുള്ളത് ഉറപ്പല്ലേ? അത് പിന്നെ നമ്മളെല്ലാരും ഒരു ട്രിപ്പ് പോണ കാര്യം ഇവിടെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് വൈകുന്നേരം പോവാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ? അതേലോ, അതാ ചോദിച്ചേ. ഉറങ്ങി എണീച്ചപ്പോഴത്തേക്കും എല്ലാം മറന്നോന്ന്. അതൊക്കെ വിശദീകരിച്ച് പറയണോ? അത് അങ്ങനെ പെട്ടെന്ന് ഷോർട്ട് ആൻഡ് സ്വീറ്റ് ആയിട്ട് പറഞ്ഞ ഒരു ഹരം കാണത്തില്ലല്ലോ. അതാ നീട്ടി വിശദീകരിച്ച് കുറച്ച് വർണ്ണനയൊക്കെ വെച്ച് പറയാന്ന് വിചാരിച്ചേ. പിന്നെ വർണ്ണിക്കാൻ ഇതെന്തോന്ന് കവിതയോ? അല്ല, പോണ കാര്യം കിമിനോട് ക്ലാരനോടൊക്കെ പറഞ്ഞതല്ലേ? ഓ, അതൊക്കെ അവരോട് എപ്പോഴേ പറഞ്ഞെന്നാ. എന്നിട്ട് അവരെന്താ കാണാത്തെ? സമയം ആവുന്നല്ലേ ഉള്ളൂ. 8:30-ക്കല്ലേ ഫ്ലൈറ്റ്. അവര് വന്നോളുന്നേ. ഞാനാണെങ്കിൽ പീറ്ററിനോട് പറഞ്ഞായിരുന്നേ, അവനും വരാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവനെ പിക്ക് ചെയ്യാൻ മിക്കവാറും നീ പോണ്ടി വരും. അതൊക്കെ ഞാൻ അവനെ കോണ്ടാക്ട് ചെയ്തേ. അവന് ഊബറും ബുക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവൻ എത്തിക്കോളാന്നാ പറഞ്ഞേ. അത് ശരി. എന്നാ പിന്നെ വരുമ്പോ അങ്ങനത്തെ മീനെ പിക്ക് ചെയ്യാൻ പറഞ്ഞോടായിരുന്നോ? അവളെ കയ്യില് വണ്ടി ഉണ്ടല്ലോ. അവള് ഇങ്ങോട്ടേക്ക് നേരെ പോരാന്നാ പറഞ്ഞേ. ഓ, അത് ശരി. എന്നാ ഞാൻ പോട്ടെ, എനിക്ക് കുറച്ചും കൂടി പാക്ക് ചെയ്യാനുണ്ട്. അല്ല, ചേച്ചിയും ജേസൺ റോയും വന്നായിരുന്നോ? അവര് വന്നിട്ട് ഒരു 1/4 മണിക്കൂറായി. ചേടാ, ചേച്ചിനൊന്ന് വന്നിട്ട് കാണാൻ പോലും പറ്റിയില്ല. ഞാനെന്നാ പോയി ചേച്ചിനൊന്ന് കണ്ടായിട്ടോ. ചെല്ലേ. ഹലോ ഡോൺ, എന്താ നോക്കി നിൽക്കുന്നേ? വണ്ടിയിൽ കേറ്. അല്ല, നീയല്ലേ പറഞ്ഞേ ഒരു വണ്ടി റെഡിയാക്കാന്ന്. എന്നാടോ തനിക്ക് എന്റെ വണ്ടി കണ്ടിട്ട് ഒരു വണ്ടിയായിട്ട് തോന്നില്ലേ? പാവല്ലേ, എമർജൻസി മീറ്റിംഗിന് പോകാനുണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ എന്റെ വണ്ടി കൊണ്ടല്ലേ ത്യാഗം ചെയ്യുമ്പോ വന്ന് കേറാതെ നിന്ന് വചനടിക്കുന്നോ? ദേ വരുന്നെങ്കിൽ വാ, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ പോവാൻ പറഞ്ഞേക്കാം. അത് പിന്നെ ഞാൻ എങ്ങനെ ഈ വണ്ടിയില്, അതും നിന്റെ കൂടെ? അല്ല, ഇതിനല്ലേ തന്നോട് ഞാൻ ആദ്യം ചോദിച്ചേ എനിക്കും കൂടി ലിഫ്റ്റ് തരുമെന്ന്. അപ്പൊ താൻ ഓക്കേ അല്ലേ പറഞ്ഞേ? പിന്നെ ഇപ്പൊ എന്താ? അത് എങ്ങനെയാണ് നിന്നെ ലിഫ്റ്റ് ചോദിച്ചെന്ന് എനിക്ക് അറിയത്തില്ലല്ലോ. ഞാൻ കരുതി വേറെ ആരെങ്കിലും വണ്ടി. ഇപ്പൊ കിട്ടും, കാത്തിരുന്നോ. പാവല്ലെന്ന് വിചാരിച്ച് ഞാൻ ഹെൽപ്പ് ചെയ്യാൻ നിൽക്കുവാ. ദേ എന്റെ മൈൻഡ് മാറിനുള്ളിൽ കേറണ്ടേ കേറിക്കോ, അല്ലെങ്കിൽ ഞാൻ പോവും. എനിക്കിന്ന് ട്രിപ്പ് ഒക്കെ പോവാനുള്ളതാ. ചേടാ, ഇനിയിപ്പോ ഇവളെ വിട്ട വേറെ വണ്ടിയും കിട്ടത്തില്ല. എന്താ ചെയ്യാ? ഹലോ, വരുന്നുണ്ടോ? അതോ ഞാൻ ഒന്നും ആലോചിക്കണ്ട സിദ്ധു. ഹോസ്പിറ്റല് ഇവിടെ അടുത്തല്ലേ, അവിടം വരെ സഹിക്കേണ്ടതുള്ളൂ. ഇവളെ വിട്ടു കഴിഞ്ഞാ ഇപ്പൊ ഹെൽപ്പിന് ആരുമില്ല. എന്തേലും ഇതന്നെ ഒറ്റ മാർഗം. ഹലോ. ആ ദേ വരുന്നു. എന്ത്? അത് കംഫർട്ട് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ടോന്ന് ചോദിച്ചതാ. ജപ്പോനോ ഒരു ഹെൽപ്പ് ചോദിക്കാനുള്ള ഒരു ബോധം പോലില്ല. എന്നാ ജാടിയാ. അല്ല, വണ്ടി ഇങ്ങനെ നിർത്തിയിട്ടാ എങ്ങനെ ഹോസ്പിറ്റലിൽ എത്താനാ? ഒന്ന് വേഗം എടുക്ക്. അഹങ്കാരൻ. 5 minutes later. ഹലോ ഡോൺ, എന്താ നോക്കി നിൽക്കുന്നേ? വണ്ടിയിൽ കേറ്. അല്ല, നീയല്ലേ പറഞ്ഞേ ഒരു വണ്ടി റെഡിയാക്കാന്ന്. എന്നാടോ തനിക്ക് എന്റെ വണ്ടി കണ്ടിട്ട് ഒരു വണ്ടിയായിട്ട് തോന്നില്ലേ? പാവല്ലേ, എമർജൻസി മീറ്റിംഗിന് പോകാനുണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ എന്റെ വണ്ടി കൊണ്ടല്ലേ ത്യാഗം ചെയ്യുമ്പോ വന്ന് കേറാതെ നിന്ന് വചനടിക്കുന്നോ? ദേ വരുന്നെങ്കിൽ വാ, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ പോവാൻ പറഞ്ഞേക്കാം. അത് പിന്നെ ഞാൻ എങ്ങനെ ഈ വണ്ടിയില്, അതും നിന്റെ കൂടെ? അല്ല, ഇതിനല്ലേ തന്നോട് ഞാൻ ആദ്യം ചോദിച്ചേ എനിക്കും കൂടി ലിഫ്റ്റ് തരുമെന്ന്. അപ്പൊ താൻ ഓക്കേ അല്ലേ പറഞ്ഞേ? പിന്നെ ഇപ്പൊ എന്താ? അത് എങ്ങനെയാണ് നിന്നെ ലിഫ്റ്റ് ചോദിച്ചെന്ന് എനിക്ക് അറിയത്തില്ലല്ലോ. ഞാൻ കരുതി വേറെ ആരെങ്കിലും വണ്ടി. ഇപ്പൊ കിട്ടും, കാത്തിരുന്നോ. പാവല്ലെന്ന് വിചാരിച്ച് ഞാൻ ഹെൽപ്പ് ചെയ്യാൻ നിൽക്കുവാ. ദേ എന്റെ മൈൻഡ് മാറിനുള്ളിൽ കേറണ്ടേ കേറിക്കോ, അല്ലെങ്കിൽ ഞാൻ പോവും. എനിക്കിന്ന് ട്രിപ്പ് ഒക്കെ പോവാനുള്ളതാ. ചേടാ, ഇനിയിപ്പോ ഇവളെ വിട്ട വേറെ വണ്ടിയും കിട്ടത്തില്ല. എന്താ ചെയ്യാ? ഹലോ, വരുന്നുണ്ടോ? അതോ ഞാൻ ഒന്നും ആലോചിക്കണ്ട സിദ്ധു. ഹോസ്പിറ്റല് ഇവിടെ അടുത്തല്ലേ, അവിടം വരെ സഹിക്കേണ്ടതുള്ളൂ. ഇവളെ വിട്ടു കഴിഞ്ഞാ ഇപ്പൊ ഹെൽപ്പിന് ആരുമില്ല. എന്തേലും ഇതന്നെ ഒറ്റ മാർഗം. ഹലോ. ആ ദേ വരുന്നു. എന്ത്? അത് കംഫർട്ട് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ടോന്ന് ചോദിച്ചതാ. ജപ്പോനോ ഒരു ഹെൽപ്പ് ചോദിക്കാനുള്ള ഒരു ബോധം പോലില്ല. എന്നാ ജാടിയാ.
അല്ല വണ്ടി ഇങ്ങനെ നിർത്തിയിട്ടാ എങ്ങനെ ഹോസ്പിറ്റലിൽ എത്താനാ? ഒന്ന് വേഗം എടുക്ക്. അഹങ്കാരൻ. അല്ല സിദ്ധു, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? അല്ല, അറിയാമല്ലെന്ന് ചോദിക്കുവാ. ഇയാള് ശരിക്കും ഒരു ഡോക്ടർ തന്നെയല്ലേ? പിന്നെ അല്ല, താനെപ്പോഴും ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. അതാ തൊണ്ടയ്ക്ക് വല്ല കിച്ച് കരുതി. അല്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡോക്ടർമാരെ കണ്ട് ചികിത്സിക്കാൻ പാടില്ലെന്നൊന്നുമില്ലല്ലോ, അല്ലേ? അല്ല നീ എപ്പോഴും ഇങ്ങനെയാണോ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്കാണോ? ഇപ്പൊ കാണിച്ച മരുന്നിൽ എന്നെ ഭേദപ്പെടുത്താം. കൂടിപ്പോയാലേ ഷോക്ക് ട്രീറ്റ്മെന്റ് തന്നെ വേണ്ടി വരും. അല്ല ഞാനും ഒരു ഡൗട്ട് ചോദിച്ചതാ. നീ എങ്ങനെ എന്നോട് ഡൗട്ട് വെച്ചേ? അതേപോലെ എനിക്കുണ്ടായിരുന്നൊരു സംശയം ഞാൻ ചോദിച്ചെന്നല്ലേ ഉള്ളൂ. ഞാനൊരു ഓവറ് അതിനെ ഞാൻ തന്നെ കളിയാക്കിയോ? ഞാന് കാര്യം പറഞ്ഞതല്ലേ ഉള്ളൂ. സിദ്ധു വേണ്ടാതിരുന്നോ? ഇവള് പറഞ്ഞാലും കാര്യണ്ട്. ഇവക്കല്ലെങ്കിൽ ഒരു പിരി പോയതാ. ഇനിയിപ്പോ ഞാൻ എന്തെങ്കിലും പറഞ്ഞ് ആള് വയലന്റ് ആയ എവിടെങ്കിലും കൊണ്ടേ ഇട്ടാലേ ഇടും. എനക്ക് ജീവനോട് ഹോസ്പിറ്റലിൽ പോണെന്നുണ്ടെങ്കിൽ മിണ്ടാതിരുന്നോ? അതാ നിന്റെ ആരോഗ്യത്തിന് നല്ലത്. ഹേയ് ഞാനെന്ത് പറയാൻ, വണ്ടി നന്നായിട്ട് ഓടിക്കുന്നുണ്ടെന്ന് പറഞ്ഞതാ. കണ്ടാലും പറയും. അവിടെ കാണന്നെ പറിച്ചു മാറ്റിയിട്ടൊന്നുമില്ല. ഹേയ് വേണ്ട വേണ്ട, പാർക്കിംഗ് ഇല്ലേ അവിടെ ആക്കി തന്നാ മതി. ടൈം 6:15 ഇനി ഇവിടുന്ന് ഒരു 1/2 മണിക്കൂർ ആകുമ്പോ തന്നെ ഇറങ്ങണം. ഇതിനാ ഞാൻ രാവിലെ തന്നെ ഫയൽസ് എന്തെങ്കിലും ഉണ്ടോന്ന് വെച്ചേ. അപ്പൊ ഒന്നും പറഞ്ഞു പറ്റില്ല. ഇപ്പൊ പോകുന്ന സമയത്താണെങ്കിലോ തിരക്ക് പിടിച്ച് ഈ ഫയൽ ഒപ്പിടണം ആ ഫയൽ ഒപ്പിടണം എന്ന് പറഞ്ഞ് ഒരു ക്യൂ അങ്ങ് നിക്കുവാ. ഇതൊക്കെ കഴിഞ്ഞ് എപ്പോ അവിടെ എത്തും എന്തോ. ജിമ്മി ഇപ്പൊ തന്നെ 5-6 മിസ് കോൾ അടിച്ചു കഴിഞ്ഞ്. ഇനിയിപ്പോ അവനോട് ഞാൻ എന്താ പറയാ? യാ ക്ലാര, ആ ഓക്കെ ക്ലാര. എനിവേ സെയിം പിച്ച്. അല്ല നമ്മള് രണ്ടുപേരും ഒരേ കളറിലാ ഡ്രസ് ഇട്ടിരിക്കുന്നേ. അതാ സെയിം പിച്ച് പറഞ്ഞേ. സാർ ഇവിടെ ഉണ്ടായിരുന്നോ? അതൊക്കെ ശ്രദ്ധിക്കണെങ്കിലേ ഇങ്ങോട്ടൊക്കെ ഒന്ന് നോക്കണം, എന്നാലേ കാണത്തുള്ളൂ. അത് സോറി സർ, ഞാന് സാറിനെ കണ്ടില്ല അതാ. അല്ല താനെ എന്തിനാ വന്നേ? ബോസോ? അതന്നെ സാറിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഈ ഓഫീസില് സാറ് ക്ലാരന്റെ ബോസ് മാത്രമായിരിക്കുന്നേ. അതാ ക്ലാര അങ്ങനെ പറഞ്ഞേ അല്ലേ ക്ലാര? പറയാണ്ടിരിക്കാൻ വയ്യ ക്ലാര, ഇന്ന് നിന്നെ കാണാൻ സുന്ദരിയായിട്ടുണ്ട്. ഒരു ബാർബിഡോളിന്റെ പോലെ ഉണ്ട്. അവനിവിടെ മാല പോലെ ഇരിക്കുമ്പോ എന്റെ ഭാര്യ തന്നെ എന്റെ കൺമുന്നെന്ന് പറഞ്ഞിരിക്കുന്നോ? ഇതിങ്ങനെ വിട്ടൂടാ. എന്താ സാർ? അത് വന്ന പണി കഴിഞ്ഞില്ലേ? ഹേയ് ഇല്ല, പണി തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്തേ? അല്ല അത് പിന്നെ ഏതൊക്കെ ഫയല് എപ്പൊക്കെ സബ്മിറ്റ് ചെയ്യണമെന്ന് ക്ലാരനോട് ചോദിച്ച് ക്ലാരിഫൈ ചെയ്യായിരുന്നു. തന്റെ ക്ലാരിഫൈ ഒക്കെ നല്ലോണം കാണാനുണ്ട്. ബാക്കിയൊക്കെ ഞാൻ ക്ലാരിഫൈ ചെയ്ത് തരാം. ആ ഫോമായിട്ട് ഇങ്ങോട്ടേക്ക് വാ. അയ്യോ സർ, സാറ് പറയുമ്പം എനിക്കൊന്നും മനസ്സിലാവത്തില്ലെന്നേ. അതുകൊണ്ട് ക്ലാര തന്നെ പറയട്ടെ. ഏകദേശം ഓൾമോസ്റ്റ് പറഞ്ഞു. എനിക്ക് കുറച്ചും കൂടെ ഉള്ളൂ സർ, ഒരു 2 മിനിറ്റ്സ്. ക്ലാര അല്ല എങ്ങോട്ടാ? പുറത്തെങ്ങോട്ടെങ്കിലും പോണുണ്ടോ? സർ ഗെറ്റ് ഔട്ട്. ബട്ട് സർ അത് എന്നോട് പോവാനാ പറഞ്ഞേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടീനോടോ അല്ലെങ്കിൽ വേറെ ഏത് സ്റ്റാഫുകൾ ഉണ്ടാവില്ലേ അവരോട് ചോദിക്കേ. നിന്റെ ക്ലാര മേഡേ? ക്ലാര മേഡോ? ആ ഇനി മുതല് അങ്ങനെ വിളിച്ചാ മതി. ഞാൻ നിങ്ങളെ ബോസ് ആണെങ്കിൽ ബോസിന്റെ വൈഫ് നിങ്ങൾക്ക് മേഡാ. ഓക്കെ, ഇനി മുതല് ക്ലാര എന്നല്ല ക്ലാര മേഡം എന്ന് വിളിക്കണം, കേട്ടല്ലോ? ബട്ട് സർ ക്ലാരയ്ക്ക് ക്ലാരനെ മേഡം എന്ന് വിളിക്കുന്നത് ഇഷ്ടമല്ല, ക്ലാര എന്നാ വിളിക്കുന്നത് ഇഷ്ടം. അല്ലേ ക്ലാര? ഓക്കെ. എന്താ സർ? ഞാനിവിടുത്തെ ബോസാ, ഞാൻ പറയാ.
ഇനി മുതല് ക്ലാര മാഡം എന്ന് വിളിച്ചേക്കണം. പിന്നെ തൊട്ടയിലും പിടിച്ചതിനൊക്കെ മാഡത്തിനോടങ്ങ് ഡൗട്ട് ചോദിക്കാനൊന്നും പോണ്ട. ബാക്കി സ്റ്റാഫ്സ് ഒക്കെ വെള്ളി എവിടെ, അവരോടൊക്കെ ചോദിച്ചിട്ട് അത്രയ്ക്കും തീർക്കാൻ പറ്റാത്ത ഡൗട്ട് ആണെങ്കിൽ മാത്രം ക്ലാരന്റെ അടുത്തോട്ട് വന്നാൽ മതി, കേട്ടല്ലോ? ബട്ട് സർ, ഞാൻ പറഞ്ഞല്ലോ, ബാക്കിയുള്ളവർ പറഞ്ഞു തരുമ്പം എനിക്ക് പെട്ടെന്ന് മനസ്സിലാവത്തില്ലെന്നേ. ക്ലാര പറയുമ്പോ എന്ത് അല്ല, ക്ലാര മാഡം പറഞ്ഞു തരുമ്പോളേ കുറച്ചും കൂടെ ക്ലിയർ ആവുന്നേ. അതൊക്കെ ബാക്കിയുള്ളവരും പറയുമ്പം തന്നെ ക്ലിയർ ആയിക്കോളും. അല്ല, നിനക്ക് ഒറ്റയടിക്ക് ക്ലിയർ ആവണമെങ്കിൽ ഈ ഓഫീസ് വിട്ട് വേറെ ഏതെങ്കിലും ഓഫീസിൽ പോയിക്കോന്നേ. അതാകുമ്പോ പുതിയ ജോബിൽ എൻട്രി ചെയ്യുമ്പോളേ ജോബൊക്കെ അങ്ങ് ക്ലിയർ ആയിക്കോളും. എന്തേ വേണോ? ഹേയ് അതൊക്കെ എന്തിനാ, ബാക്കിയുള്ള സ്റ്റാഫ്സ് ഒക്കെ ഇല്ലേ, അവരായിട്ട് ഇടവൈകുമ്പം ഒക്കെ മനസ്സിലായിക്കോളുന്നേ. അത് ചെല്ലേ. ബട്ട് സർ, ഈ പേപ്പർ ക്ലാരിഫൈ ആയിട്ടില്ല. ഒന്ന് ക്ലാരിഫൈ ആക്കിയിട്ട് താൻ പോണോ അതോ ഞാൻ? ഓക്കെ സർ, സാറിന് ക്ലാര മാഡത്തിനോട് എന്തോ ക്ലാരിഫൈ ചെയ്യാനുണ്ടെന്ന് തോന്നുന്നു. അതായിരിക്കണം എന്നെ ഇങ്ങനെ പായിപ്പിക്കുന്നേ. ഓക്കെ, ഞാൻ പോയി ടീനോടോ അല്ലെങ്കിൽ മീനോടോ ഒക്കെ ചോദിച്ചോളാം. ഓക്കെ സർ, യു കണ്ടിന്യൂ. എവിടുന്ന് വരുന്നോ എന്തോ, ഇവനൊക്കെ പണിക്കെടുത്ത ഡാഡിനെ വേണം പറയാനേ. ഇവൻ പണിക്കാണോ വരുന്നേ അതെല്ലാരും വായി നോക്കാനോ? മനുഷ്യനെ വെറുതെ ടെൻഷൻ ആക്കാനായിട്ട് ഓരോന്ന് ഇറങ്ങിക്കോളും. അല്ല, ഞാൻ എന്തിനാ ഇപ്പൊ ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നേ? നീ എന്താ ഈ കാണിച്ചെന്ന് നിനക്ക് വല്ല ബോധമുണ്ടോ? ക്ലാരനോട് അവ സംസാരിച്ചേനെ നിനക്കെന്താ ഇതിന് മാത്രം ദേഷ്യം? അപ്പോ നിന്റെ മനസ്സില് അങ്ങനൊന്നും ഉണ്ടാകത്തില്ല, നെവർ. അതൊക്കെ എന്റെ ഒരു തോന്നലാ. അത് പിന്നെ ഒന്നുമല്ലെങ്കിലും അവളെന്റെ അമ്മന്റെ മരുമോളാ. എന്റെ അമ്മന്റെ മരുമോളെ ബാക്കിയുള്ളവർ ലൈൻ അടിക്കുമ്പം എനിക്കത് കണ്ടു നിൽക്കാൻ പറ്റത്തില്ല. ഞങ്ങളെ കുടുംബത്തിന് പറഞ്ഞിട്ടുള്ള കാര്യമില്ല ഇതൊന്നും. അതുകൊണ്ട് എനിക്ക് ദേഷ്യം വന്നു, അല്ലാതെ വേറൊന്നുമല്ല. ഉറപ്പാ, വേറൊന്നുമല്ല. നീ വെറുതെ നിന്റെ തലയിട്ട് പുണ്ണാക്കണ്ട. അല്ല, ഈ ലയ എവിടെ പോയി? അവളോട് ഒരു സോറി ചോദിക്കാന്ന് വിചാരിച്ചാ അവളിട്ടും കാണുന്നില്ലല്ലോ. എന്ത് തന്നെയാണെങ്കിലും ഞാൻ അവളെ അടിക്കാൻ പാടില്ലായിരുന്നു. കാരണം അതിനുള്ള അവകാശം ഒരിക്കലും എനിക്കില്ല. കമോൺ ജെയ്സ, എങ്ങനെങ്കിലും അവളോടൊന്ന് സോറി ചോദിക്കേ. അവളോട് സോറി ചോദിക്കാതെ ഇനി ഒരു നിമിഷം പോലും എന്നെ കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. നോക്കിയേ അച്ചാച്ചൻ എങ്ങനെയാ കറക്കണേന്ന്. നല്ല രസമുണ്ടല്ലേ കണ്ടിരിക്കാൻ. നിനക്കും കറക്കണോ? എന്നാ അല്ല, എവിടെയും അവളില്ലേ? ഡാഡി, എന്നാടാ? അല്ല, അത് പിന്നെ ഡാഡിക്ക് ഓഫീസ് വർക്കൊക്കെ ഉണ്ടാകത്തില്ലേ, മോളെ നോക്കിയിരിക്കുകയാണോ? അല്ല, ലയ എന്തേ? ഓ, ലയമോളോ? അവള് ചർച്ച വരെ പോയിട്ട് വരാന്ന് പറഞ്ഞു പോയതാ. അതാ ഞാന് വെറുതെ ഇരിക്കുന്നേ. കുഞ്ഞിനെ കൊണ്ടോണ്ട, ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞിട്ടെ അവളെടുത്ത് മേടിച്ച് ദേ ഇവിടെ ഇരുന്ന് കളിപ്പിക്കുവായിരുന്നു. അല്ല, നീ എവിടെയായിരുന്നു? ഞാന് അവള് പറഞ്ഞ് നീ നല്ല ഉറക്കമാന്ന്. ഉറങ്ങുമായിരുന്നോ? അതെ ഡാഡി, ഞാന് ഉറങ്ങായിരുന്നു. ട്രാവൽ ചെയ്ത് പോയ ക്ഷീണത്തിലെ വന്നപ്പം കുറച്ചേരം അങ്ങ് കടന്ന് ഉറങ്ങിപ്പോയി. അതാ എണീച്ച് നോക്കുമ്പം അവളെ കണ്ടില്ല. അതാ ചോദിച്ചേ. അത് ശരി, അപ്പോ നിന്നോട് പറഞ്ഞില്ലേ? പറഞ്ഞിട്ടുണ്ടാവും, ഞാന് ഓർക്കുന്നില്ല. അല്ല, അവള് പോയിട്ട് കുറെ നേരമായോ? ഓ, പോയിട്ട് 1/4 മണിക്കൂർ കഴിഞ്ഞു കാണും. എന്തായാലും വരാനുള്ള നേരമായിട്ടുണ്ടാവും. ഓ, അത് ശരി. അല്ല, ജിമിനും ലൂസിയും പോയോ? ഹേയ് ഇല്ലടാ, അവര് അവിടുന്ന് റെഡി ആവുന്നേ ഉള്ളൂ. ഇനി കിമ്മും ക്ലാരിയും പിന്നെ പീറ്ററും നീയൊക്കെ ഉണ്ടെന്നല്ലേ പറഞ്ഞേ, അവരൊക്കെ വരണ്ടായോ? ഓ, അത് ശരി. അല്ല ജെയ്സ, നീ എന്തേ പോവാഞ്ഞേ? ഞാന് നിങ്ങൾക്കും ചേർത്തിട്ടല്ലേ ടിക്കറ്റ് പറഞ്ഞിരുന്നേ, പിന്നെന്തേ? അത് പിന്നെ ഡാഡി, എനിക്ക് നാട്ടിൽ തന്നെ കുറച്ച് തിരക്കുണ്ട്. പുതിയ കോൺട്രാക്ട് ഒക്കെ എടുത്തതല്ലയോ, അതുകൊണ്ട് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതാ ഞാൻ പോവാതെ അവള് മാത്രം പോയിട്ട് കാര്യമില്ലല്ലോ. അതാ ഞങ്ങള് പോവാഞ്ഞേ. ഓ, അത് ശരി. ഈ വട്ടം പോവാൻ പറ്റിയില്ലെങ്കിൽ എന്താ, ദേ നിഷക്കുട്ടി കുറച്ചും കൂടി ആയിക്കഴിഞ്ഞാലേ എല്ലാവർക്കും കൂടെ പോവാലോ. അല്ല, ചർച്ചിൽ ഇവളങ്ങനെ പൊതുവെ പോവാറില്ലല്ലോ. പോവാണെങ്കിൽ തന്നെ ലൂസിനെയും നിഷക്കുട്ടിനൊക്കെ കൂട്ടിട്ടില്ലേ പോവാറ്. അതും പോയാ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ്, അതിന്റെ ഉള്ളിൽ തന്നെ തിരിച്ചു വരികയും ചെയ്യും. ചർച്ച് ഇവിടെ തൊട്ടടുത്തല്ലേ. പോയിട്ട് 1/4 മണിക്കൂറായിന്ന് പറഞ്ഞിട്ടും ഇവളെന്താ ഇതിനായിട്ടും വരാത്തേ?